മനീഷ്, സുധാകരനെ കാണാതെ മുഖ്യമന്ത്രി പോയി എന്ന് തന്നെ വേണ്ട കരുതാൻ. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ കാണുമെന്ന് കരുതുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല സ്മൃതി, എറണാകുളത്ത് നിന്നും ഹെലികോപ്റ്ററിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്താണ് ഹെലികോപ്റ്റർ. പുന്നപ്ര കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് മുഖ്യമന്ത്രി ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് ഏകദേശം 100 മീറ്റർ അകലെ കൂടിയാണ് മുഖ്യമന്ത്രി റോഡ് മാർഗം കടന്നുപോയത്. അതിനർത്ഥം മുഖ്യമന്ത്രി അനുനയത്തിലില്ല. അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയ അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റിയും CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരിശങ്കർ വീട്ടിലെത്തിയിരുന്നു. അല്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് സുധാകരന്റെ വസതിയിലെത്തി കാണുന്നു, ആ രീതിയിലുള്ള ഒരു അനുനയത്തിന് മുഖ്യമന്ത്രി ഇല്ല എന്ന നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തൊട്ടടുത്തുള്ള പരിപാടി ഉദ്ഘാടന വേദിക്ക് സമീപം മുഖ്യമന്ത്രി ഉണ്ടായിട്ടും ഇപ്പോഴിതാ ആലപ്പുഴ ജില്ലയിൽ നിന്നും പ്രധാനപ്പെട്ട നഗരം കഴിഞ്ഞ് അദ്ദേഹം നിലവിൽ ഈ പെരുമ്പളം ഉദ്ഘാടനം നടക്കുന്ന എറണാകുളം ബോർഡർ പരിധിയിലുള്ള ആ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി നീങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹം തിരികെ ആലപ്പുഴയിലേക്കില്ല. അതിനർത്ഥം ഇനി സുധാകരനുമായുള്ള ഇടപെടൽ ഉണ്ടാകില്ല. അതായത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഭാഗമായി അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന റെസ്റ്റ് ഹൌസിലേക്കോ അടക്കം സുധാകരനോട് എത്താൻ അഭ്യർത്ഥിക്കുമെന്നുള്ള കാര്യങ്ങൾ നേരത്തെ അത്രയും സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി അങ്ങനെയുള്ളൊരു അനുനയത്തിന് മുഖ്യമന്ത്രിയുടെ നീക്കം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നില്ല. പകരം ഇപ്പോഴിതാ സാന്നിധ്യം സാന്നിധ്യമില്ലെങ്കിൽ കൂടി അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് അറിയിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ആ ലിങ്ക് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുണ്ടായ ഭാഗമാണെന്നാണ് സുധാകരന്റെ കുടുംബം ആരോപിക്കുന്നത്. സുധാകരൻ നേരിട്ടെത്തില്ല എന്നൊരു പരിപാടിയിൽ സുധാകരന്റെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ മനഃപൂർവ്വമായി നടത്തിയൊരു നീക്കമെന്ന രീതിയിലാണ് കുടുംബം സംശയിക്കുന്നത്. ഇപ്പോഴും അനുനയത്തിന്റെ പാതയിലല്ല സുധാകരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം ഉറച്ച നിലപാടിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുകയില്ല, അനുഭാവിയായി തുടരും. അപ്പോഴും മറുപാളയത്തിൽ വലിയ സംശയങ്ങളുണ്ട്. UDF-ൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കും. UDF-ൽ അമ്പലപ്പുഴ ഒഴികെ 9 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി വിഭജന ചർച്ചകൾ നടക്കുമ്പോഴും അമ്പലപ്പുഴയിൽ ചർച്ച നടക്കുന്നില്ല. ആ സീറ്റ് മാത്രം ഒഴിച്ചിട്ടുകൊണ്ടുള്ള ചർച്ച നടക്കുമ്പോൾ അത്തരം സംശയങ്ങൾക്ക് പാർട്ടി എങ്ങനെ വില കൊടുക്കുന്നു? വലിയ സമ്മർദ്ദ തന്ത്രമാണ് സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ സുധാകരനുമായി പാർട്ടി അകലം പാലിക്കുമ്പോൾ സുധാകരൻ പാർട്ടിയുടെ ചട്ടക്കൂടിന് പുറത്തു നിൽക്കുമ്പോൾ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ അപകടം ചെയ്യുന്ന വിലയിരുത്തലുണ്ട്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നേരിട്ട് ഒരു അനുനയ ശ്രമം നടത്തുമെന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്താണെങ്കിലും നേരിട്ടുള്ള അനുനയത്തിന് മുഖ്യമന്ത്രി ഇല്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴിതാ പുന്നപ്രയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇല്ല. എന്താണെങ്കിലും ഇപ്പോഴിതാ കുടുംബം നിയമപരമായി തന്നെ നീങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാർട്ടി DC-യിൽ നിന്നും അഡ്മിൻ നേരത്തെ സുധാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗവും MLA മന്ത്രിയുമായിരിക്കും അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ചില ആളുകൾ അവിടെ കൈകാര്യം ചെയ്തിരുന്നു. നവമാധ്യമ കൂട്ടായ്മയിലെ അത്തരം ആളുകൾ സുധാകരന്റെ അനുമതി ഇല്ലാതെ ആ പ്രൊഫൈലിൽ പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന പദ്ധതി ഉദ്ഘാടന വേദിയിൽ സുധാകരൻ എത്തുകയില്ല എന്നറിഞ്ഞ ശേഷവും സുധാകരന്റെ അനുമതി വാങ്ങാതെ ആ പ്രൊഫൈൽ ലിങ്ക് പങ്കുവച്ചു എന്നാണ് സുധാകരന്റെ കുടുംബം ആരോപിക്കുന്നത്. സ്മൃതി, ഏതായാലും ആ ബന്ധം വിച്ഛേദിക്കുന്നു എന്നതിന്റെ സൂചനയാണോ സുധാകരന്റെ കുടുംബം നൽകുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിയമപരമായി നേരിടും എന്നൊക്കെ പറയുമ്പോൾ അത് ഗൗരവത്തിൽ അതിനെതിരായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും അനുനയിപ്പിക്കാനില്ല എന്ന് പറയുമ്പോൾ പാർട്ടിയും സുധാകരനെ കൈവിട്ടോ എന്നൊരു ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട്. അനുനയ ശ്രമങ്ങൾ തുടരുമെന്നാണ് നേരത്തെ ജനറൽ സെക്രട്ടറി MA ബേബി നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനമെന്നതും പ്രധാനമാണ്. ഇപ്പോൾ പെരുമ്പളം പാലം അതൊരു വലിയ നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോൾ അതിന്റെ അമരക്കാരനായി തുടക്കത്തിൽ ഉണ്ടായിരുന്നത് സുധാകരനുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിയ പാലമാണ്. ആ പാലത്തിന്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് പൊതുമരാമത്ത് മന്ത്രി നേരിട്ട് ഫോണിൽ സുധാകരനെ വിളിച്ച് സംസാരിച്ചെങ്കിലും താനില്ല എന്ന മറുപടി അദ്ദേഹം നൽകുന്നു. അതിനുശേഷം CS സുജാത കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി മണിക്കൂറുകളോളം ചർച്ച നടത്തി. അതിനുശേഷവും താനില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാണ് പുറത്തേക്ക് പറഞ്ഞത്. താനില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്തിനുള്ള പുറപ്പാടാണ് എന്ന ചോദ്യമുണ്ട്. സുധാകരന്റെ മനസ്സിൽ എന്താണ്? ഇപ്പോൾ ഈ അംഗത്വം പുതുക്കില്ല എന്നതിനപ്പുറം വലിയ തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ ഭാഗമാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതായത് മറ്റൊരു പാർട്ടിയിൽ ചേരേണ്ടതില്ല, സ്വതന്ത്രനായി നിന്നാൽ കോൺഗ്രസിനും UDF-നും പിന്തുണയ്ക്കാവുന്ന ഒരു സംവിധാനമായി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതും വലിയ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അമ്പലപ്പുഴയിൽ നമുക്ക് സുധാകരനെ സ്ഥാനാർത്ഥിയായി കാണാമോ എന്ന ചോദ്യം നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ ഏതായാലും ആ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതെ അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നു UDF എന്നുള്ള അതും ഒരു കൃത്യമായ സൂചനയാണ്. റഹീസ് റഷീദിലേക്ക്. റഹീസ്, ഇപ്പോൾ സുധാകരൻ
CPM-നോട് പൂർണ്ണമായും അകലുന്നു എന്നതിന്റെ സൂചനയല്ലേ നിയമ നടപടി എന്നുള്ള പ്രതികരണം? സ്മൃതി, അങ്ങനെ കാണേണ്ടി വരും. കാരണം ഒരു നിയമ നടപടിയിലേക്ക് പോകണമെങ്കിൽ അതും പാർട്ടിക്കെതിരെ DC ഓഫീസിൽ പാർട്ടി നിയമിച്ച ജില്ലാ കമ്മിറ്റി ഓഫീസിലെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ നോക്കുന്ന ആളുകളിൽ ഒരാളായിരിക്കാം സ്വാഭാവികമായും ജി സുധാകരന്റെ പേജിൽ ഈ പെരുമ്പളപ്പാടത്തിന്റെ ഉദ്ഘാടനം ക്രോസ് ലൈവ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരാൾക്കെതിരെ നിയമ നടപടിയുമായി പോകാൻ ജി സുധാകരൻ ആലോചിക്കുമ്പോൾ ഇനി പാർട്ടിയുമായി ഒരു ബന്ധത്തിനും ഇല്ല എന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സുധാകരൻ ആ തീരുമാനം എപ്പോഴാണ് പറയുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജി സുധാകരനെ സംബന്ധിച്ച് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു നീക്കമായി ഇത് ഈ സംഭവത്തെ കാണേണ്ടി വരും. എന്തായാലും ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഒരു സാമൂഹ്യ മാധ്യമ നോക്കുന്ന ഒരാളുടെ സ്വന്തം തീരുമാനപ്രകാരം ജി സുധാകരൻ പോലുള്ള വലിയൊരു നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുമതി ചോദിക്കാതെ ലൈവ് ചെയ്തതാവാൻ ഒരു സാധ്യതയുമില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ മാധ്യമം നോക്കുന്ന പാർട്ടിയുടെ ബന്ധപ്പെട്ട ആളുകളുടെ അനുമതി കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഉറപ്പായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ജി സുധാകരൻ മന്ത്രിയായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, MLA ആയിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായും എല്ലാ മന്ത്രിമാരുടെയും ഒക്കെ ഇത്തരം ലൈവുകൾ ചെയ്യാൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുമൊക്കെ ഓരോ അഡ്മിന്മാരുണ്ടാകാം. അതുകൊണ്ട് അതിന്റെ പാസ്വേഡും Gmail ID-യും ഒക്കെ അവർക്ക് കൃത്യമായി അറിയാം. അങ്ങനെ വീണ്ടും ചതിക്കപ്പെട്ടു താൻ എന്നൊരു വികാരമായിരിക്കാം ജി സുധാകരനിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ലൈവ് കട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്ക് ഒരു തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ മനസ്സിലാക്കുന്നത് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികൾക്ക് അനുമതി നൽകാനുള്ള ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ R. നാസർ തെറ്റു സമ്മതിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ജി സുധാകരനെ കുറച്ചുകൂടി പരിഗണന നമ്മൾ കൊടുക്കണമായിരുന്നു എന്ന് R. നാസർ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ജി സുധാകരന് മുൻ മന്ത്രി എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു മുറി നൽകിയിരുന്നു എന്ന് R. നാസർ പറയുന്നുണ്ട്. ആ മുറിയിൽ ജി സുധാകരൻ ഒരിക്കൽ പോലും എത്തിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം ആ മുറിയിലേക്ക് വരാതിരിക്കുമ്പോൾ തലമുതിർന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിരുന്നു എന്ന് ഒരു കാലത്ത് ജി സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്ന R. നാസർ പറയുന്ന ഒരു സാഹചര്യം ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയിൽ നമുക്ക് ജി സുധാകരനും പാർട്ടിയും ഏറ്റവും നല്ല കാലത്ത് ഒരു കാലത്ത് VS അച്യുതാനന്ദൻ പിണറായി വിജയൻ പോര് പാർട്ടിക്കകത്ത് നടക്കുമ്പോൾ VS-നെതിരെ പിണറായിക്ക് വേണ്ടി ആലപ്പുഴയിൽ പാർട്ടി പിടിച്ച് അതിനൊപ്പം നിന്ന നേതാവാണ്. പിണറായി വിജയനുമായി അത്ര വ്യക്തിപരമുണ്ടായിരുന്ന നേതാവാണ്. 2020 എറണാകുളം സമ്മേളനത്തിൽ പ്രായപരിധിയുടെ പേരിൽ അതൊരു ഫെബ്രുവരി വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഇപ്പോൾ സുധാകരൻ നിയമ നടപടിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്.